നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ 10 ഫ്രണ്ട്സിന്റെ പേരുകളും ഫോൺ നമ്പറുകളും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതാൻ. സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതുക? ഒരു വശത്തെ പേരുകളും മറ്റേ വശത്തെ ഫോൺ നമ്പറുകളും. നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ടെക്സ്റ്റും നമ്പേഴ്സും തമ്മിൽ ക്ലാസിഫൈ ചെയ്താണ് എഴുതുന്നത്. എന്നാൽ ഇതേ കാര്യം ഞാനൊരു കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എങ്ങനെയായിരിക്കും എഴുതുക? നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിന്റെ 3rd വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കുന്നതിനായി നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈതണിലെ ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. എന്താണ് ഡേറ്റ ടൈപ്സ്? ആ പേരിൽ തന്നെ ഉണ്ട്, ടൈപ്സ് ഓഫ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ 20 എന്നുള്ളത് ഒരു നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതേ കാര്യം ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെയായിരിക്കും മനസ്സിലാവുക? ഒരു ഡേറ്റ ഏത് ടൈപ്പ് ആണെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാകാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഡേറ്റ ടൈപ്പ്. നമ്മൾ പറഞ്ഞ കേസിൽ നമ്പർ എന്നുള്ളതാണ് 20 എന്ന ഡേറ്റയുടെ ഡേറ്റ ടൈപ്പ്. ഇതേപോലെ നിരവധി ഡേറ്റ ടൈപ്സ് നമ്മൾ പൈതണിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. കോഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പീസ് ഓഫ് ഇൻഫർമേഷനും ഓരോ ഡേറ്റ ടൈപ്പ് കാറ്റഗറിയാണ്. ഇതിൽ തന്നെ നമ്മൾ മെയിനായി യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആണ് സ്ട്രിംഗ്, ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ബൂളിയൻ, ലിസ്റ്റ്, ട്യൂപ്പിൾ ആൻഡ് ഡിക്ഷണറി. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയി ഈ ഓരോ ഡേറ്റ ടൈപ്സും എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. സോ ഫയൽ നെയിമും അതേപോലെ തന്നെ കൊടുക്കാം, data_types_python.ipynb. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഫയൽ നെയിം ഡേറ്റ ടൈപ്സ് പൈതൺ എന്ന് കൊടുത്തത്. .ipynb എന്ന് പറയുന്നത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. സോ നമുക്ക് കമന്റിംഗ് ഒക്കെ ചെയ്തിട്ട് ആ രീതി തന്നെ മുമ്പോട്ട് പോവാം. ഡേറ്റ ടൈപ്സ് ഇൻ പൈതൺ. അപ്പോൾ ഈ ഹാഷ്ടാഗിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ഇത് അറിയാത്തവർക്കാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹാഷ്ടാഗ് കൊടുക്കുന്നത് ആക്ച്വലി കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹാഷ്ടാഗ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്താലും ആ ലൈൻ ഓഫ് കോഡ് കൺസിഡർ ചെയ്യുന്നത് ഒരു കോഡായിട്ടേ അല്ല. സോ ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഔട്ട്പുട്ട് ഒന്നുമില്ല. അതായത് ഈ ഒരു ലൈൻ കോഡായിട്ട് ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് കൺസിഡർ ചെയ്തില്ല, കോഡായിട്ട് പൈതൺ കൺസിഡർ ചെയ്തില്ല. സോ ഹാഷ്ടാഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് തന്നെ കൊടുത്താലും അത് കോഡായിട്ട് പൈതൺ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മൾ എന്ത് തന്നെ കൊടുത്താലും അതെല്ലാം സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. അതായത് നമ്മൾ ഡബിൾ കോഡ്സിനുള്ളിൽ നമ്പർ കൊടുത്തു, അത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. ഡബിൾ കോഡ്സിനുള്ളിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ കൊടുത്തു, അത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്തു, അല്ലെങ്കിൽ ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മൾ ഇവനൊരു സ്പേസ് കൊടുത്താൽ പോലും അതെല്ലാം സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. ഞാൻ അപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരാം. നെയിം ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ ജോൺ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഈ ജോൺ എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ കോഡ്സിനുള്ളിലാണ് ആ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് നോക്കണ്ടേ? അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് എന്ന് പറയുന്നത്. സോറി, ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. സോ നമ്മൾ ടൈപ്പ് ഓഫ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടിൻ്റെ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് കാണിച്ചു തരും. ഞാൻ ഇവിടെ ടൈപ്പ് ഓഫ് നെയിം എന്ന് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്ട്രിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നെയിം എന്ന് പറയുന്നതാണ് ജോൺ ആണ്. സോ ടൈപ്പ് ഓഫ് ജോൺ, ഇത് ഞാൻ വേണമെന്നൊരു കാണിച്ചു തരാം വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടി. ടൈപ്പ് ഓഫ് ജോൺ ഇതുണ്ടോ, ടൈപ്പ് ഓഫ് ജോൺ എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്. അതായത് ഡബിൾ കോഡ്സിനോട് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും അതെല്ലാം സ്ട്രിംഗ് ആയിട്ടാണ് പൈതൺ കൺസിഡർ ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് ഈ നമ്പർ ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുത്തു നോക്കാം. സോ ഞാൻ നമ്പർ ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ 1 2 3 എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ടൈപ്പ് നോക്കാം, ടൈപ്പ് ഓഫ് നമ്പർ. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, നമുക്ക് കാണാം സ്ട്രിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്പർ എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിനുള്ളിലാണ് നമ്മൾ 1 2 3 കൊടുത്തത്. ഡബിൾ കോഡ്സിനുള്ളിൽ എന്ത് കൊടുത്താലും സ്ട്രിംഗ് ആണ്. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് കാണിച്ചു നോക്കാം. മാർക്ക് ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു. ഇനി ടൈപ്പ് ഓഫ്
മാർക്ക്. നിങ്ങൾക്ക് കാണാം വീണ്ടും ആ സ്ട്രിങ് തന്നെയാണ്. ഈ ഡബിൾ കോട്സിനോട് ഞാൻ ഒന്നും കൊടുത്തില്ലേ പോലും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് എ എന്ന് കൊടുത്തിട്ട് വെറും ഡബിൾ കോട്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുക്കുന്നില്ല. ഇനി അതിൻ്റെ ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ നമുക്ക് കാണാം അതും സ്ട്രിങ് ആണ്. സോ നമ്മൾ ഡബിൾ കോട്സിനുള്ളിൽ എന്ത് തന്നെ കൊടുത്താലും അതെല്ലാം സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ റീപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ STR എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നില്ല STR. ഈ STR എന്ന് പറയുന്നത് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് എന്നാണ് റീപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഡാറ്റ ടൈപ്പ്, അതായത് ഇൻറ്റിജർ എന്താണെന്ന് നോക്കാം. സോ ഇൻറ്റിജർ അത് നമുക്കെല്ലാം കേട്ട് പരിചയമുള്ളതാണ്. അതായത് ഹോൾ നമ്പേഴ്സ് ആണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ ഇൻക്ലൂഡ് ആവുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹോൾ നമ്പേഴ്സും ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് A = 1 എന്ന് കൊടുക്കാം. A = 1. ഇനി ഇതിൻ്റെ ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം INT. ഇൻറ്റിജറിനെ റീപ്രസെൻറ്റ് ചെയ്യുന്നത് INT എന്ന് പറയുന്ന വേർഡാണ്. സോ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് INT, ഇൻ്റ് ആണ്. അതായത് 1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്. അതുപോലെ തന്നെ ഹോൾ നമ്പർ പോസിറ്റീവ് നെഗറ്റീവ് ആകും. ഞാൻ ഇനി B = -100 എന്ന് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ടൈപ്പ് നോക്കി നോക്കാം. ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. B എന്ന് പറയുന്നത് ഹോൾ നമ്പറാണ്, നെഗറ്റീവ് ഹോൾ നമ്പറാണ്. പോസിറ്റീവ് ഹോൾ നമ്പർ ആണെങ്കിലും നെഗറ്റീവ് ഹോൾ നമ്പർ ആണെങ്കിലും, അതായത് ഡെസിമൽ പോയിന്റ്സ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ അതെല്ലാം ഇൻറ്റിജർ ആണ്. നമുക്ക് കാണാം INT എന്ന് വന്നിട്ടുണ്ട്. അതായത് ഹോൾ നമ്പേഴ്സ്, അതായത് ഡെസിമൽ പോയിന്റ്സ് ഇല്ലാത്ത ഏത് നമ്പറും നെഗറ്റീവോ പോസിറ്റീവോ അതെല്ലാം അതിൻ്റെ എല്ലാം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ റീപ്രസെൻറ്റ് ചെയ്യുന്നത് INT എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് ഡെസിമൽ പോയിന്റ്സ് ഉള്ളത്, ആ ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സിനെ റീപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ്. സോ ഞാൻ ഇവിടെ എടുക്കുകയാണ് C = 10.11. ഇതിൻ്റെ ടൈപ്പ് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് C ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഫ്ലോട്ട് എന്നാണ്. അതായത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. ഇതാണ് തേർഡ് കാറ്റഗറി, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. അതായത് ഇവിടെ നമുക്ക് കാണാം ഈ നമ്പർ എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ്സ് ഉള്ളതാണ്. ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആവുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് അഥവാ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് കാറ്റഗറിയിലാണ്. ഇവിടെയും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡെസിമൽ പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. ഞാൻ D = -100.99 എന്ന് കൊടുത്തിട്ട് ടൈപ്പ് ഓഫ് D നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലോട്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതൊരു ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ് ആണെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് E = 3.00. ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി നോക്കുക. നമുക്കിനി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് E എന്ന് പറയുന്നതും ഫ്ലോട്ടിംഗ് ആണ്, കാരണം ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. സോ ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആവുന്നത് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ്. എന്നാൽ ഡെസിമൽ പോയിന്റ്സ് ഇല്ലാത്ത നമ്പേഴ്സ് എല്ലാം വരുന്നത് INT അഥവാ ഇൻറ്റിജർ എന്ന ഡാറ്റ ടൈപ്പിലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. ഇപ്പോൾ നമ്മൾ 3 ഡാറ്റ ടൈപ്സ് പഠിച്ചു. സ്ട്രിങ്ങും പഠിച്ചു, ഇൻറ്റിജറും പഠിച്ചു, ഫ്ലോട്ടിങ്ങും പഠിച്ചു. ഈ 3 എണ്ണം വെച്ചിട്ട് ഞാനൊരു ടാസ്ക് നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ഇവിടെ ടാസ്ക് എഴുതാം. ഇപ്പം ഞാൻ ABCD ഈ 4 വാല്യൂസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇൻറ്റിജർ, ഏതൊക്കെയാണ് സ്ട്രിങ്, ഏതൊക്കെയാണ് ഫ്ലോട്ട് എന്ന് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം ട്രൈ ചെയ്യേണ്ടത് A ആണ്. സോ ഞാൻ ടൈപ്പ് ഓഫ് A എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ എന്താണുള്ളത് 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. പക്ഷേ അത് നമ്മൾ ഡബിൾ കോട്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തായിരിക്കും സ്ട്രിങ് ആയിരിക്കും. സോ ടൈപ്പ് ഓഫ് A എന്ന് പറയുന്നത് സ്ട്രിങ് STR വന്നു. ഇനി അടുത്ത B, ടൈപ്പ് ഓഫ് B. ഇവിടെ B എന്ന് പറയുന്നത് കണ്ടോ ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഇല്ലാത്തൊരു നമ്പറാണ്. സോ അത് ഇൻറ്റിജർ ആണ്. അത് ഡബിൾ കോട്സ് ഉണ്ടോ? ഇല്ല. സോ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് INT, ഇൻറ്റിജർ ആണ്. ഇനി അടുത്ത് നമുക്ക് ടൈപ്പ് ഓഫ് C നോക്കാം. C എന്ന് പറയുന്നത് 5.11. അത് ഡെസിമൽ പോയിന്റ്സ് ഉള്ളതാണ്, ഞാൻ പറഞ്ഞിരുന്നു ഫ്ലോട്ട് ആണ്. പക്ഷേ ഇത് ഡബിൾ കോട്സിനുള്ളിലാണ് ഇരിക്കുന്നത്. സോ അതെന്താണ്? സ്ട്രിങ് ആണ്. ടൈപ്പ് ഓഫ് C നോക്കാം. കണ്ടോ നിങ്ങൾക്ക് കാണാൻ എപ്പോഴും സ്ട്രിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് D നോക്കാം. D എന്ന് പറയുന്നത് 5.11. അതായത് ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പറാണ്. സോ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. ടൈപ്പ് ഓഫ് D ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പറാണ്. സോ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. സോ നമ്മൾ ഇതുവരെ സ്ട്രിങ്, ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട് ഈ 3 ഡാറ്റ ടൈപ്സും പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫോർത്ത് ഡാറ്റ ടൈപ്പ്, അതായത് ബൂളിയൻ എന്താണെന്ന് നോക്കാം. ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതിൽ ആകെ 2 വാല്യൂസേ ഉള്ളൂ, ട്രൂ ആൻഡ് ഫാൾസ്. ബൂൾ അണ്ടർസ്കോർ ട്രൂ ഈക്വൽ ടു ട്രൂ, ടൈപ്പ് ഓഫ് ബൂൾ അണ്ടർസ്കോർ ട്രൂ.
സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ബൂൾ അണ്ടർസ്കോർ ട്രൂ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തിരിക്കുന്നത് ട്രൂ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഡബിൾ കോഡ്സ് ഒന്നുമില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി ഇതിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇതിൻ്റെ ടൈപ്പ് വരുന്ന ബൂൾ, അത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ 2 വാല്യൂസ് ആണുള്ളത്, ട്രൂവും ഫാൾസും. ഈ ട്രൂവിൻ്റെയും ഫാൾസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇപ്പോൾ ട്രൂവിന് ഞാൻ സ്മോൾ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ബൂൾ അണ്ടർസ്കോർ ട്രൂ ഞാൻ വീണ്ടും സ്മോൾ ലെറ്റർ ടി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ടൈപ്പ് ഓഫ് ബൂൾ അണ്ടർസ്കോർ ട്രൂ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്. ഞാൻ അത് വീണ്ടും സ്മോൾ ലെറ്റർ ആക്കുകയാണ്. അപ്പോൾ തന്നെ കൂടെ കാണാൻ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നെയിം എറർ എന്ന് വന്നിട്ടുണ്ട്. ട്രൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ ട്രൂ എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ബൂളിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ ബൂളിയൻ വാല്യൂ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൂവിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ടി ആയിരിക്കണം. ഈവൻ ഫാൾസ് ആണെങ്കിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഞാൻ ഫാൾസും കൂടെ കാണിച്ചു തരാം. ബൂൾ അണ്ടർസ്കോർ ഫാൾസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എഫ് ഫാൾസ് ടൈപ്പ് ഓഫ് ബൂൾ അണ്ടർസ്കോർ ഫാൾസ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ബൂൾ അണ്ടർസ്കോർ ഫാൾസ് ആണ്. അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ്, അതായത് ഒരു ബൂളിയൻ വാല്യൂ ആണ് ഫാൾസ് കൊടുത്തിരിക്കുന്നത്. ഈ ടൈപ്പ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ടൈപ്പ് കിട്ടിയിരിക്കുന്നത് ബൂളാണ്, അത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണെന്നാണ് കാണിക്കുന്നത്. സോ ബൂളിയൻ ഡാറ്റ ടൈപ്പിന് 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ, ട്രൂ ആൻഡ് ഫാൾസ്. ഇതിൽ ട്രൂവിൻ്റെയും ഫാൾസിൻ്റെയും ഈ രണ്ട് ഡാറ്റയുടെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് 5th ഡാറ്റ ടൈപ്പായ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാക്കി തരാം. ഹാഷ് ലിസ്റ്റ്. ഞാൻ അവിടെ ഫ്രൂട്ട്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആപ്പിൾ കോമ ബനാന കോമ മാംഗോ എന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ലിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. അത് ഇവിടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒന്നിലധികം ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഏതിലായിരിക്കണം, സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കണം. ലിസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കണം. അതിനുള്ളിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു ഐറ്റം കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് കൊടുക്കാം. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സെയിം ഡാറ്റ ടൈപ്പ് തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 എണ്ണവും സ്ട്രിംഗ് ആണ്. ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന എല്ലാം സ്ട്രിംഗ് ആണ്. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഈ ആപ്പിൾ ഇതൊരു സ്ട്രിംഗ് വാല്യൂ ആണ്, ഈ ബനാന ഒരു സ്ട്രിംഗ് ആണ്, മാംഗോ ഒരു സ്ട്രിംഗ് ആണ്. ഇതിന് പകരം എനിക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്പറും സ്ട്രിങ്ങും ബൂളിയനും അങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ലിസ്റ്റ് അണ്ടർസ്കോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് എന്ന് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാവേണ്ട. ഞാൻ ആദ്യം ഒരു സ്ട്രിംഗ് വാല്യൂ കൊടുക്കാം, ആപ്പിൾ എന്ന് കൊടുക്കാം. ഒരു സ്ട്രിംഗ് വാല്യൂ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാനൊരു നമ്പർ കൊടുക്കാം 10. ഇനി ഞാൻ എന്താ കൊടുക്കുക, ഒരു ബൂളിയൻ വാല്യൂ ട്രൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിനുള്ളിൽ 3 ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഐറ്റംസ് ആയിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാണ് ലിസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. സോ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ലിസ്റ്റിനുള്ളിലത്തെ ഓരോ എലമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ്, ഞാൻ കാണിച്ചു തരാം. അത് ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ്. ഈ ലിസ്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ്. ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ആണ്. ഇനി ഇതിൽ എനിക്ക് 10 എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ എടുക്കുക, ഈ 10ൻ്റെ പൊസിഷൻ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എവിടെയാണ്, സെക്കൻഡ് പൊസിഷനാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. അപ്പം ഇതെന്ന് പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന 0th പൊസിഷൻ, 10 എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ട്രൂ എന്ന് പറയുന്ന സെക്കൻഡ് പൊസിഷൻ. സോ ഞാനിവിടെ ഈ 0 and 1 ഫസ്റ്റ് പൊസിഷനുള്ള 10 എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ 1 എന്ന് കൊടുക്കുക. അതായത് ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിൻ്റെ പേരാണ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്നത്. ഇതാണ് ആപ്പിളാണ് 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്നത് 10 ആണ്. ഞാൻ ഇനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടോ 10 കിട്ടിയിട്ടുണ്ട്. അതായത് ലിസ്റ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ എലമെൻറ്റ്സും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ പറ്റും. എനിക്ക് ഈ ട്രൂ ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ട്രൂ ഇരിക്കുന്ന എത്രാമത്തെ പൊസിഷനിലാണ്, 0, 1, 2 സെക്കൻഡ് പൊസിഷൻ. സോ ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഓഫ് 2. പണ്ട് ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഓഫ് 2 കൊടുത്തപ്പോൾ എനിക്ക് ട്രൂ കിട്ടി, ഈ വാല്യൂ കിട്ടി.
ഇനി അതുപോലെ തന്നെ ലിസ്റ്റിലെ എലമെന്റ്സ് എല്ലാം, ലിസ്റ്റ് എന്ന് പറയുന്ന മ്യൂട്ടബിൾ ആണ്, അതായത് ലിസ്റ്റിലെ എലമെന്റ്സ് എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ, ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇപ്പം ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റിൻ്റെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇത് ഞാൻ 100 ആക്കാം. എങ്ങനെ 100 ആക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ വാല്യൂ നമുക്ക് എടുക്കണം. അതായത് നേരത്തെ കാണിച്ച പോലെ തന്നെ ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഓഫ് എത്രാമത്തെ പൊസിഷനാണ്? 0, 1 ഫസ്റ്റ് പൊസിഷൻ. അപ്പം ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. പക്ഷേ ഇത് ഞാൻ മാറ്റാൻ പോവാണ്. അതായത് ഞാൻ ഇവിടെ ഈക്വൽ ടു 100 എന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഓഫ് 1, അത് ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് എന്ന ലിസ്റ്റ്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ 0 ഫസ്റ്റ്, അതായത് 10 ഇതിരിക്കുന്ന സ്ഥലത്ത് ഞാൻ 100 കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ഞാൻ ഈ ലിസ്റ്റ് അണ്ടർസ്കോർ ടെസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്കിവിടെ കാണാം ആപ്പിൾ 100 ട്രൂ എന്നായി. നേരത്തെ എന്തായിരുന്നു? നേരത്തെ ആപ്പിൾ 10 ട്രൂ എന്നായിരുന്നു, അത് മാറ്റിയിട്ട് ആപ്പിൾ 100 ട്രൂ എന്നായി. ഇതേപോലെ ലിസ്റ്റിലെ ഓരോ എലമെന്റ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ പുതിയ എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഉള്ള എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ലിസ്റ്റിലെ ഓരോ എലമെന്റ്സിന്റെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റിനെ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പം ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡാറ്റ ടൈപ്പായ ട്യൂപ്പിൾസ് എന്താണെന്ന് നോക്കാം. ട്യൂപ്പിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ലിസ്റ്റിന്റെ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ട്യൂപ്പിൾ മ്യൂട്ടബിൾ അല്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. ഞാൻ ആദ്യം ട്യൂപ്പിളിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹാഷ് ട്യൂപ്പിൾ. അപ്പം ട്യൂപ്പിളിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇത് ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫ്രൂട്ട്സ് ഈക്വൽ ടു ഞാൻ ലിസ്റ്റിൽ കൊടുത്ത എക്സാമ്പിൾ നോക്കട്ടെ. ഇതാ ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് കൊടുത്ത് ഇതാണ്, ഞാൻ അതിവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പം ഇതെന്ന് പറഞ്ഞ ലിസ്റ്റാണ്. ഓക്കെ, ലിസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു ലിസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും സ്ക്വയർ ബ്രാക്കറ്റ്സിൽ. പക്ഷേ ട്യൂപ്പിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും റൗണ്ട് ബ്രാക്കറ്റ്സിലാണ്. സോ നമുക്ക് ഈ ബ്രാക്കറ്റ്സ് മാറ്റാം, റൗണ്ട് ബ്രാക്കറ്റ് ആക്കാം. അതുകൊണ്ടോ, അതായത് ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്, പക്ഷെ അതെല്ലാം ഇരിക്കേണ്ടത് റൗണ്ട് ബ്രാക്കറ്റ്സിലാണ്. ലിസ്റ്റും ട്യൂപ്പിളും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിൽ നമ്മൾ ഐറ്റംസ് എല്ലാം കൊടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിലാണ്, എന്നാൽ ട്യൂപ്പിളിൽ നമ്മൾ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നത് റൗണ്ട് ബ്രാക്കറ്റിലാണ്. നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്യൂപ്പിളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ലിസ്റ്റും ട്യൂപ്പിളും നമ്മൾ ഡിഫറൻസ് ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് രണ്ടുകൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. ഞാൻ ലിസ്റ്റ് അണ്ടർസ്കോർ ഫ്രൂട്ട്സ് എന്ന് കൊടുക്കുകയാണ്. ലിസ്റ്റ് അണ്ടർസ്കോർ ഫ്രൂട്ട്സും ട്യൂപ്പിൾ അണ്ടർസ്കോർ ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അതായത് ലിസ്റ്റ് അണ്ടർസ്കോർ ഫ്രൂട്ട്സ് നമുക്ക് നോക്കി ഇൻസൈഡ് എലമെന്റ്സ് നോക്കിയാൽ നമുക്ക് കാണാം രണ്ടും സെയിം ആണ്. ആ പാടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും സ്ക്വയർ ബ്രാക്കറ്റിലാണ്, എന്നാൽ ട്യൂപ്പിളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും റൗണ്ട് ബ്രാക്കറ്റിലാണ്. നമുക്കിത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ടൈപ്പ് ഓഫ് ലിസ്റ്റ് അണ്ടർസ്കോർ ഫ്രൂട്ട്സ്. നമുക്കാണ് ഇവിടെ നമുക്ക് കിട്ടിയ ലിസ്റ്റാണ്, അതായത് ഇതെന്ന് പറയുന്ന ലിസ്റ്റാണ്. സോ ഞാൻ പറഞ്ഞിരുന്നു ഒന്നിലധികം എലമെന്റ്സ് കൊടുക്കാം, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എൻഡ് ചെയ്യേണ്ടതും സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ്. സോ നമുക്ക് കിട്ടി ലിസ്റ്റ് എന്ന് കിട്ടി. ഞാൻ ടൈപ്പ് ഓഫ് ട്യൂപ്പിൾ അണ്ടർസ്കോർ ഫ്രൂട്ട്സ് നോക്കാം. ട്യൂപ്പിൾ അണ്ടർസ്കോർ ഫ്രൂട്ട്സ്. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ട്യൂപ്പിളാണ്. അതായത് റൗണ്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എൻഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് ട്യൂപ്പിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ലിസ്റ്റും ട്യൂപ്പിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ഈ 3 ഡാറ്റ, ഇപ്പോൾ അവസാനം പഠിച്ച 3 ഡാറ്റ ടൈപ്പ്, അതായത് ബൂളിയനും ലിസ്റ്റും ട്യൂപ്പിളും, ഇത് 3 വെച്ചിട്ട് ഒരു ടാസ്ക് ചെയ്യാം. നിങ്ങൾ ഇനി ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ആണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എ നോക്കാം. ടൈപ്പ് ഓഫ് എ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ട്രൂ ആണ്. ട്രൂവിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ് ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഡബിൾ കോഡ്സ് ഒന്നുമില്ല. സോ ഇതെന്താണ്? ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ബി നോക്കാം. ടൈപ്പ് ഓഫ് ബി. ഇവിടെ ബി എന്ന് പറയുന്നതിൽ ആക്ച്വലി ട്രൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബൂളിയൻ ആയിരുന്നു, പക്ഷേ ഡബിൾ കോഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, സ്ട്രിങ് STR വന്നിട്ടുണ്ട്. ഇനി സി. ടൈപ്പ് ഓഫ് സി. സി എന്ന് പറയുന്നതിൽ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചാണ് എൻഡ് ചെയ്യുന്നതും. അതിൽ 1 or 1-ലധികം കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. സോ ഇതെന്തായിരിക്കും? ലിസ്റ്റ് ആയിരിക്കും. ലിസ്റ്റ് നീട്ടി. നമുക്ക് ടൈപ്പ് ഓഫ് ഡി നോക്കാം. ഡി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഉണ്ട്, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്നതും റൗണ്ട് ബ്രാക്കറ്റ്സിലാണ്. സോ ഇതെന്തായിരിക്കും? ട്യൂപ്പിൾ ആയിരിക്കും. ട്യൂപ്പിൾ എന്ന് കിട്ടി.
സോ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു കാര്യം മിസ്സായിപ്പോയി. ട്യൂപ്പിളും ലിസ്റ്റും ഞാൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ട്യൂപ്പിളും ലിസ്റ്റും ജസ്റ്റ് ആ സ്ക്വയർ ബ്രാക്കറ്റും റൗണ്ട് ബ്രാക്കറ്റും മാത്രമുള്ള ഡിഫറൻസ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതല്ല, ട്യൂപ്പിൾ ആക്ച്വലി ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് ഞാൻ ലിസ്റ്റിൽ കാണിച്ചു തന്നായിരുന്നു, ലിസ്റ്റിൽ നമുക്ക് ഓരോ എലമെന്റ്സ് എടുത്ത് ആ എലമെന്റ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ട്യൂപ്പിളിൽ ആ മോഡിഫിക്കേഷൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ തന്നെ അത് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സെയിം കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ഒരു ട്യൂപ്പിളാണ്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ്, അതായത് ഇത് 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, ഈ ഫസ്റ്റ് പൊസിഷൻ എലമെന്റ് എടുക്കുന്നത് എങ്ങനെയായിരുന്നു, d(1) എന്ന് കൊടുത്തായി. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് കിട്ടും, 1.56 എന്ന് കിട്ടി. ഇനി ഇത് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റിന് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ നോക്കി നോക്കാം. d(1) ഞാൻ =100 എന്ന് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ടൈപ്പ് എറർ വന്നിട്ടുണ്ട്. ട്യൂപ്പിൾ ഒബ്ജക്ട് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. അതായത് ട്യൂപ്പിൾ ഒബ്ജക്ട്സിലെ കാര്യങ്ങൾ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ട്യൂപ്പിൾ, ഇപ്പം ഞാൻ ഡി എന്ന് പറഞ്ഞ ട്യൂപ്പിളിൽ ഒരു എലമെന്റ്സ് പോലും എനിക്ക് ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല, ആഡ് ചെയ്യാനും പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ട്യൂപ്പിൾ ലിസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ട്യൂപ്പിൾ എന്ന് പറയുന്നത് അതിനുള്ള എലമെന്റ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ഫിക്സ്ഡ് ആയിരിക്കും, അതിലെ എലമെന്റ്സ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇതേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെയാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ഓരോ എലമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, പുതിയ എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഉള്ള എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലിസ്റ്റിന് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ഡാറ്റ ടൈപ്പുള്ള ഡിക്ഷണറി എന്താണെന്ന് നോക്കാം. ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് ആണ്. ഒരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കി തരാം. സ്റ്റുഡൻറ് = കേർലി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യാം. നെയിം is to John, comma, age is to 18, comma, is underscore enrolled is to true എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ്റ്. സോ നമുക്ക് ഡിക്റ്റ് എന്ന് കിട്ടുന്നുണ്ട്. ഡിക്റ്റ് എന്ന് പറയുന്നത് ഡിക്ഷണറിയാണ് സൂചിപ്പിക്കുന്നത്. സോ ഡിക്ഷണറി എന്ന് പറയുന്നതും ആക്ച്വലി കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കീ വാല്യൂ പെയർസ് ആണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊരു എലമെന്റ് ആണ്, ഇതാണ് അടുത്ത കീ വാല്യൂ പെയർ, ഇതാണ് അടുത്ത കീ വാല്യൂ പെയർ. അതായത് ഡിക്ഷണറി സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കേർലി ബ്രേസസിലാണ്. നമുക്കിവിടെ കാണാം കേർലി ബ്രേസസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. അതിനുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് കീ വാല്യൂ പെയർസ് ആയിരിക്കും. അതായത് ഇതാണ് ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത്. ഇതിലെ കീ എന്ന് പറയുന്ന നെയിം ആണ്, വാല്യൂ എന്ന് പറയുന്നത് ജോൺ ആണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് കീ വാല്യൂ പെയർ. കീ എന്ന് പറയുന്ന ഏജ് ആണ്, വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. അടുത്ത കീ വാല്യൂ പെയർ എന്ന് പറയുന്നത് ഇതാണ്. കീ എന്ന് പറയുന്ന ഈസ് അണ്ടർസ്കോർ എൻറോൾഡും വാല്യൂ എന്ന് പറയുന്നത് ട്രൂവും. സോ ഡിക്ഷണറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. പക്ഷേ അതിൽ ഓരോ എലമെന്റ്സ് എന്ന് പറയുന്നതും കീ വാല്യൂ പെയർസ് ആണ്. അതുപോലെ തന്നെ അത് കൊടുത്തിരിക്കുന്നത് കീ ഈസ് ടു വാല്യൂ എന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഡിക്ഷണറിയിലെ ഓരോ വാല്യൂസും നമുക്ക് കീസ് വെച്ച് ഫെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ എനിക്ക് ജോൺ എന്ന് പറയുന്ന വാല്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ടോട്ടൽ ഡിക്ഷണറി. ഈ ജോൺ എന്ന് പറയുന്ന ഏത് കീൻ്റെ വാല്യൂ ആണ്, നെയിം എന്ന് പറഞ്ഞ കീയുടെ വാല്യൂ ആണ്. ഞാൻ സ്റ്റുഡൻറ് ഓഫ് നെയിം എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോൺ റിട്ടേൺ ആയിട്ട് കിട്ടി. ഇതേപോലെ തന്നെ എനിക്ക് 18, ഈ പറയുന്ന ഡിക്ഷണറി കൊടുക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ വെച്ചിട്ട് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ 18, ഈ ഏജ് എന്ന് പറയുന്ന 18 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്, സ്റ്റുഡൻറ് ഓഫ് 18 എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്, ഏജ് എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ ഏജ് എടുക്കാം. സ്റ്റുഡൻറ് ഓഫ് ഏജ്, അതായത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ ഏജ് എന്ന് പറയുന്ന കീയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും, 18 എന്ന് കിട്ടും. കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ ഡിക്ഷണറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കേർലി ബ്രേസസിലായിരിക്കും. അതിനുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും കീ വാല്യൂ പെയർ ആയിരിക്കും. കീ ഈസ് ടു വാല്യൂ എന്ന രീതിയിലേക്കും നമ്മളത് എഴുതുക. കണ്ടോ, കീ ഈസ് ടു വാല്യൂ, കോമ കീ ഈസ് ടു വാല്യൂ, കോമ കീ ഈസ് ടു വാല്യൂ. കീ വാല്യൂ പെയർസിലായിട്ടായിരിക്കും നമ്മളിതിൽ ഡിക്ഷണറി എലമെന്റ്സ് എല്ലാം കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ പൈതണിലെ പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ഡെയിലി ഓരോ ക്വിസസ് ഇടുന്നുണ്ട്. നമ്മൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്വിസ് നമ്മൾ തയ്യാറാക്കി ഇടുന്നത്. സോ നിങ്ങളത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക.
അത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച കോൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.